Hi, my name is Shafiq. Welcome to another video. Today we are going to discuss about word pyramid. We all know what is pyramid is. അല്ലേ നമ്മൾ പിരമിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ ഈജിപ്ഷ്യൻ പിരമിഡുകളെ കുറിച്ചൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേർഡ് പിരമിഡുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ പിരമിഡ് നമുക്കറിയാം ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേർഡ് പിരമിഡുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ 8 മുതൽ 10ാം ക്ലാസ് വരെ റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വേർഡ് പിരമിഡ്. മെയിനായിട്ടും 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ ഇതൊരു 95% ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. 10ാം ക്ലാസ്സിൽ അത്രത്തോളം ഈ ക്വസ്റ്റ്യൻസ് കാണാറില്ല, പക്ഷേ എന്നാൽ ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വേർഡ് പിരമിഡ് പഠിക്കാൻ വേണ്ടത്? വേർഡ് പിരമിഡ് നമുക്ക് 8ാം ക്ലാസ്സിലൊക്കെ നമ്മളിത് എഴുതുന്ന സമയത്ത് നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും നമ്മൾ ഇതിൻ്റെ ഒരു പാറ്റേണിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ എന്തൊക്കെ 2 ടൈപ്പ് ഓഫ് വേർഡ് പിരമിഡ് ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം പരിചയപ്പെടാം. ആ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത്, എക്സാമിന് എങ്ങനെ ചോദിക്കുക എന്നുള്ളത് നമുക്ക് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കിങ്ങിലോട്ട് പോകാം. മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് വേർഡ് പിരമിഡുകളാണ് നമ്മുടെ എക്സാമിന് ചോദിക്കാറുള്ളത്. അവിടെ അത് കൊടുത്ത് വയ്ക്കും. നമുക്ക് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ളൊരു വേർഡ് പിരമിഡാണ് അല്ലേ. ടീച്ചർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ടീച്ചർ ദ ഡെഡിക്കേറ്റഡ് ടീച്ചർ എന്നപോലത്തെ ഒരു വേർഡ് പിരമിഡ് ചോദിച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ഒന്ന് ചോദിക്കും. പിന്നെ വേറെ രീതിയിലുള്ള വേർഡ് പിരമിഡ് ചോദിക്കും. അതാണ് ഇവിടെ രണ്ടാമത്തെ ഞാൻ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, നോൺ ഫ്രേസ്, ഡിറ്റർമിനർ പ്ലസ് നോൺ ഫ്രേസ്, അതുപോലെ തന്നെ ആ രീതിയിലൊരു വേർഡ് പിരമിഡും ചോദിക്കും. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് വേർഡ് പിരമിഡുകളാണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് വേർഡ് പിരമിഡ് എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യുക എന്നുള്ളതും ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേർഡ് പിരമിഡിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് മുന്നേ നമുക്ക് സ്വന്തമായിട്ടൊരു വേർഡ് പിരമിഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലൂടെ നമുക്ക് ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് ഒരൊറ്റ പിരമിഡിലൂടെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലവർ എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ വേർഡ് പിരമിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ ഓരോ സ്റ്റെപ്പ്, നമ്മൾ ഒരു വേർഡ് പിരമിഡിന് 4 സ്റ്റെപ്പ് അതല്ലെങ്കിൽ 5 സ്റ്റെപ്പുകളുണ്ടാവും. അപ്പോൾ 5 സ്റ്റെപ്പും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്ന് ഫ്ലവറാണ് അവിടെ കൊടുത്തുള്ളത് അല്ലേ. അപ്പോൾ ഫ്ലവർ എന്നുള്ളത് ഒരു നൗണാണ്, നൗൺ ഫ്രേസാണ്. അപ്പോൾ നൗൺ നമുക്കറിയാം, ഒരു പേര് അല്ലേ. ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റ് വെർബ് അടങ്ങാത്ത ഒരു കൂട്ടം വാക്കുകളെ ഫ്രേസുകൾ എന്ന് വിളിക്കുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ് ഫ്ലവർ എന്ന് പറയുന്നത്? ഒരു നൗൺ ഫ്രേസാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? നൗൺ ഫ്രേസ്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തിരിക്കണം? ഡിറ്റർമിനർ ചേർത്തിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമിനർ പ്ലസ് നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ കുറേ ആളുകൾക്ക് എന്താണ് ഡിറ്റർമിനർ എന്ന് പറയുന്നത് അറിയണ്ടാവില്ല. അപ്പോൾ എന്താണ് ഡിറ്റർമിനർ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ഡിറ്റർമിനർ? ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ ഒരു നൗണിൻ്റെ മുന്നേ ചേർക്കുന്ന പദത്തെ നമ്മൾ ഡിറ്റർമിനർ എന്ന് പറയുന്നു. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർട്ടിക്കുലർ, പൊസസീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ന്യൂമറൽസ്, ഓർഡിനൽസ്, ക്വാണ്ടിഫയേഴ്സ്, ഇതൊക്കെ എന്താണ്? ഡിറ്റർമിനേഴ്സ് ആണ്. അപ്പോൾ ഒരു നൗണിൻ്റെ പകരം അതിന് മുന്നേ ചേർക്കുന്ന ഒരു വാക്ക്. ഇപ്പോൾ നമ്മൾ ഫ്ലവർ എന്ന് ചേർക്കുകയാണെങ്കിൽ ഫ്ലവറിൻ്റെ മുന്നേ നമ്മൾ ദ ഫ്ലവർ ചേർക്കുകയാണെങ്കിൽ ദ എന്നുള്ളത് ഡിറ്റർമിനറാണ്. എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ അതും ഒരു ഡിറ്റർമിനറാണ്. മൈ ഫ്ലവർ എന്ന് പറഞ്ഞാലും മൈ എന്നുള്ളത് ഡിറ്റർമിനറാണ്. പക്ഷേ അതുപോലെ തന്നെ ദിസ് ഫ്ലവർ, അതൊക്കെ എന്താണ്? ഡിറ്റർമിനറായിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നൗണിൻ്റെ മുന്നേ ചേർക്കുന്ന പദത്തെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കുന്നു. ഡിറ്റർമിനർ പല ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഴ്സ് ഉണ്ട്, അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡിറ്റർമിനർ എന്നുള്ളത് ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഡിറ്റർമിനർ പ്ലസ് നൗൺ ഫ്രേസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിറ്റർമിനർ എന്നുള്ളത് നമ്മളവിടെ ദ എന്ന് കൊടുക്കുന്നു, അതിനുശേഷം നൗൺ ഫ്രേസ് കൊടുക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദ ഫ്ലവർ, ഡിറ്റർമിനർ പ്ലസ് നൗൺ ഫ്രേസ്. അപ്പോൾ ഞാനവിടെ ആ സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ അതിലോട്ട് എത്തി എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ഞാനവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 3ാമത്തെ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ദ എന്ന് പറയുന്ന ഡിറ്റർമിനർ ആദ്യം കൊടുക്കണം. അതിനുശേഷം പുതിയതായിട്ടുള്ള സംഭവം അവിടെ വരുന്നുണ്ട്, അഡ്ജക്റ്റീവ് ഫ്രേസ്. അപ്പോൾ എന്താണ് അഡ്ജക്റ്റീവ്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. നാമവിശേഷം, നമ്മളൊരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ഫ്രേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു
ഒരു അഡ്ജക്റ്റീവിന് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തുണ്ട് ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടിഫുളിന് പകരം വേറെ ഒരുപാട് അഡ്ജക്റ്റീവ്സുകൾ ഉപയോഗിക്കാൻ ഞാൻ ഓക്കെ. അപ്പോൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? ഡിറ്റർമിനർ പ്ലസ് അഡ്ജക്റ്റീവ് ഫ്രേസ് പ്ലസ് നൗൺ ഫ്രേസ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് നമ്മളിനി ഇതിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പോസിഷൻസിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ നാലാമത്തെ നമ്മളിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസുകളാണ്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു നൗണിൻ്റെ പൊസിഷൻസ് എവിടെയാണ് ഈ നൗൺ സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഉദാഹരണം തന്നെ നോക്കൂ. ഫ്ലവർ, ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ, മനോഹരമായ പുഷ്പം. അപ്പോൾ ഈ മനോഹരമായ പുഷ്പം എവിടെയാണുള്ളത്, സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നാലാമത്തത് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഈ മനോഹരമായ പുഷ്പം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ എന്ത് ചെയ്യുന്നത് മെൻഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമുക്ക് പ്രിപ്പോസിഷനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായാൽ മാത്രമാണ് നാലാമത്തെ ഭാഗം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു നൗണിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന്, ഓണ്, അല്ലേ, ടു, അറ്റ് എന്നൊക്കെ പറയുന്നിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ടല്ലേ, അതായത് ഒരു സംഭവം നൗണിൻ്റെ സ്ഥാനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പോസിഷൻസാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പറയണം. അപ്പോൾ നമുക്കിത് ഒന്ന് ചെയ്ത് നോക്കാം. ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ ദ ഗാർഡൻ. ഓക്കെ, അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ദ എന്ന് പറയുന്ന ഡിറ്റർമിനർ, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, അത് കഴിഞ്ഞതിന് ശേഷം നൗൺ ഫ്രേസ് ഫ്ലവർ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ചേർക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പ്രിപ്പോസിഷനാണ്. അതിനുശേഷം ഇൻ ദ ഗാർഡൻ എന്ന് പറയുമ്പോൾ ദ ഗാർഡൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്രേസാണ്. ഓക്കെ, അപ്പോൾ ഇൻ ദ ഗാർഡൻ എന്ന് പറയുമ്പോൾ എന്തായി, അത് പ്രിപ്പോസിഷണൽ ഫ്രേസായി മാറി. അപ്പോൾ ഈ രീതിയിലാണ് നാലാമത്തെ ഭാഗം. ഇനി അഞ്ചാമത്തെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിലേറ്റീവ് ക്ലോസുകളാണ്. അപ്പോൾ ക്ലോസുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം, അല്ലേ? ക്ലോസുകൾ എന്താണ്? സബ്ജക്റ്റും വെർബും അടങ്ങിയ ഒരു കൂട്ടം വാക്കുകളെ ക്ലോസുകളെ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ എന്താണ് റിലേറ്റീവ് ക്ലോസുകളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു നൗണിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആര്? റിലേറ്റീവ് ക്ലോസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലവർ എന്ന് പറഞ്ഞു, ഫ്ലവർ നമ്മൾ അതിനെ അഡ്ജക്റ്റീവായിട്ട് അതിനെ വിശേഷിപ്പിച്ചു. എന്താണ്, എങ്ങനത്തെ ഫ്ലവറാണെന്ന് നമ്മൾ വിശേഷിപ്പിച്ചു, അല്ലെ? മനോഹരമായ ഫ്ലവറാണ്. ഇനിയും ഈ ഫ്ലവറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആർക്ക് പറഞ്ഞു തരാൻ സാധിക്കും? ഈ പറയുന്ന റിലേറ്റീവ് ക്ലോസുകൾക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അതാണ് റിലേറ്റീവ് ക്ലോസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നൗണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളാണെന്ത്? റിലേറ്റീവ് ക്ലോസുകൾ. അപ്പോൾ നമ്മൾ ഈ റിലേറ്റീവ് ക്ലോസുകൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം റിലേറ്റീവ് പ്രോനൗണുകളെ കുറിച്ച് പഠിക്കണം. നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കുന്നത് റിലേറ്റീവ് ക്ലോസുകളാണ്. പക്ഷേ റിലേറ്റീവ് പ്രോനൗണുകൾ പഠിച്ചാൽ മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് പ്രോനൗണുകൾ എന്താണ്? രണ്ട് സെൻറ്റൻസുകളെ ഒറ്റ സെൻറ്റൻസിലോട്ട് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് റിലേറ്റീവ് പ്രോനൗണുകൾ. അതാണ് ഇവിടെ കൊടുത്തുള്ളത്. ഹു മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, വിച്ച് വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ദാറ്റ് പീപ്പിൾ അതേപോലെ തന്നെ വസ്തുക്കൾക്ക്, അതുപോലെ തന്നെ വേർ സ്ഥലത്തിന്, വെന്ന് അതുപോലെ തന്നെ സമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇവിടെ നോക്കൂ, ബോയ്, ഹൂവിൻ്റെ അടുത്ത് നോക്കൂ, ദിസ് ഈസ് എ ബോയ് എന്നുള്ള സെൻറ്റൻസ്. അത് കഴിഞ്ഞതിന് ശേഷം ഹീ ഈസ് മൈ ഫ്രണ്ട്, അവൻ എൻ്റെ സുഹൃത്താണ്. രണ്ട് സെൻറ്റൻസാണ് അല്ലേ? ഈ രണ്ട് സെൻറ്റൻസിനെ ഒറ്റ സെൻറ്റൻസിലോട്ട് മാറ്റിയിട്ടുണ്ട്. എങ്ങനെ? ദിസ് ഈസ് എ ബോയ് ഹൂ ഈസ് മൈ ഫ്രണ്ട്. ഇതൊരു കുട്ടിയാകുന്നു, അവൻ എൻ്റെ സുഹൃത്താകുന്നു. അപ്പോൾ ഹൂ എന്നുള്ള സെൻറ്റൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ദിസ് ഈസ് എ പാർക്ക് ഇൻ ന്യൂയോർക്ക്. ഇതൊരു പാർക്കാകുന്നു. ഇറ്റ് ഈസ് എ സെൻട്രൽ പാർക്ക്. അതിനെ അടുത്ത സെൻറ്റൻസ് നോക്കൂ, വിച്ച് വെച്ചിട്ട് ഒരൊറ്റ സെൻറ്റൻസിലോട്ട് ചേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് റിലേറ്റീവ് പ്രോനൗണുകളും റിലേറ്റീവ് ക്ലോസും. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സെൻറ്റൻസ് നോക്കാം. നോക്കൂ, ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ ദ ഗാർഡൻ. ഇതുവരെയാണ് നമ്മൾ 4 സ്റ്റെപ്പ് വരെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടെ ഞാൻ അത് റിലേറ്റീവ് പ്രോനൗൺ അതിൽ എൻട്രി ചെയ്യാൻ, എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ ഒരു രീതിയിൽ നോക്കാം. അപ്പോൾ നോക്കൂ, ആ ഒരു സെൻറ്റൻസ്, 2 സെൻറ്റൻസ് കൊടുക്കുന്നത് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ ദ ഗാർഡൻ ഫുൾ സ്റ്റോപ്പ് ദ ഫ്ലവർ ഈസ് റെഡ്. അപ്പോൾ ഈ 2 സെൻറ്റൻസിനും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഒരൊറ്റ സെൻറ്റൻസിലോട്ട് മാറ്റാം. അപ്പോൾ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു വസ്തുവാണ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം, വിച്ച് ഉപയോഗിച്ചിട്ട് ഈ 2 സെൻറ്റൻസുകളെയും ഒന്നാക്കി മാറ്റാം. എങ്ങനെ? ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇൻ ദ ഗാർഡൻ വിച്ച് ഈസ്
റെഡ്. അപ്പോൾ ഈ രീതിയിലാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എഴുതി നമ്മൾ കണ്ടു. ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ് ഫ്രേസ്, നൗൺ ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, പിന്നെ ലാസ്റ്റത്തെ ഇപ്പോൾ നമ്മൾ എഴുതിയത് റിലേറ്റീവ് ക്ലോസുകൾ എന്താണെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വെർബും അടങ്ങിയ ഒരു കൂട്ടം വാക്കുകളെ ക്ലോസുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് എഴുതിയത് റിലേറ്റീവ് ക്ലോസ് ആണ്. നോക്കൂ, വിച്ച് ഈസ് റെഡ്. ഈസ് എന്ന് പറയുന്ന ഒരു എന്ത് കൊടുത്തിട്ടുണ്ട് അവിടെ, വെർബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലോസ് ആണ് ആ ഭാഗം അല്ലേ. അപ്പോൾ ഈ ഞാൻ എഴുതിയിട്ടുള്ളത് നോക്കൂ, ആ സൈഡിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, വേർഡ് പിരമിഡ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മറ്റേ സൈഡിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് വേർഡ് പിരമിഡ് എഴുതുന്നത്. അപ്പോൾ വേർഡ് പിരമിഡ് എഴുതുന്ന സമയത്ത് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ പിരമിഡിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എക്സാം നിങ്ങൾ എഴുതുന്ന സമയത്ത് വേർഡ് പിരമിഡിൻ്റെ ഷേപ്പിൽ നിങ്ങൾ എഴുതണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യന് പരിചയപ്പെടാം. അപ്പോൾ നോക്കൂ, ഫോളോ ദ പാറ്റേൺ given below and construct a word pyramid using the word umbrella. അംബ്രല്ല എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് നമ്മളോട് ഒരു വേർഡ് പിരമിഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അവിടെ ഏത് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നൗൺ ഫ്രേസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നൗൺ ഫ്രേസ് എഴുതണം. അതിന് ശേഷം ഡിറ്റർമിനർ പ്ലസ് നൗൺ ഫ്രേസ് എഴുതണം. പിന്നെ ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ് ഫ്രേസ്, നൗൺ ഫ്രേസ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഏതാ കൊടുക്കുക, നമ്മളടുത്ത് അവിടെ ഹിൻസ് തന്നിട്ടുണ്ട് എന്ത് വെച്ചിട്ടാണ് എഴുതേണ്ടത് എന്നുള്ളത്. അംബ്രല്ല വെച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റത്തെ ഭാഗം അംബ്രല്ല എന്ന് കൊടുത്തു. ഓക്കെ, നൗൺ ഫ്രേസ് നമ്മൾ കൊടുത്തു. അപ്പോൾ അംബ്രല്ല നിങ്ങൾ എഴുതി. ഇനി രണ്ടാമത്തെ ഭാഗത്ത് ദ അംബ്രല്ല എന്ന് കൊടുത്തു. കാരണം എന്തുകൊണ്ട് ദ അംബ്രല്ല എന്ന് കൊടുക്കാൻ കാരണം, ദി അംബ്രല്ല എന്ന് കൊടുക്കാൻ കാരണം ദി എന്ന് പറയുന്നത് അതിൻ്റെ ഡിറ്റർമിനറാണ്, അംബ്രല്ല എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിറ്റർമിനർ പ്ലസ് നൗൺ ഫ്രേസ് എഴുതി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അഡ്ജക്റ്റീവ് ഫ്രേസ് കൊടുക്കണം അല്ലേ. അപ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിനെ ഈ പറയുന്ന അംബ്രല്ലയെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വിശേഷിപ്പിച്ചിട്ട് വേണം മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം, ദി ബ്യൂട്ടിഫുൾ അംബ്രല്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ദ ബിഗ് അംബ്രല്ല, ദ സ്മോൾ അംബ്രല്ല എന്നൊക്കെ വെച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഫോർ എക്സാമ്പിൾ ദ ബ്യൂട്ടിഫുൾ അംബ്രല്ല എന്ന് കൊടുത്തു. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ എന്ത് ചേർക്കേണ്ടതുണ്ട്, പ്രിപ്പോസിഷണൽ ഫ്രേസുകൾ ചേർക്കണം അല്ല. അത് എവിടെയാണ് ഈ നൗൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ചേർക്കണം. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കൊടുത്തു, ദ ബ്യൂട്ടിഫുൾ അംബ്രല്ല ഇൻ മൈ ഹാൻഡ് എന്ന് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള അംബ്രല്ല എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾക്ക് എന്ത് കൊടുക്കാം, ദ ബ്യൂട്ടിഫുൾ അംബ്രല്ല ഇൻ മൈ ഹാൻഡ് വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്താം. വിച്ച് ഈസ് ബ്ലൂ, അത് എന്താകുന്നു, ബ്ലൂ കളറിലുള്ളതാകുന്നു. അപ്പോൾ അങ്ങനെ വിച്ച് ഈസ് ബ്ലൂ എന്നുള്ളതും നമ്മളവിടെ കൊടുത്തു. അപ്പോൾ അതെന്തായി മാറി, അതൊരു റിലേറ്റീവ് പ്രോനൗൺ കൊടുത്തു. അപ്പോൾ അങ്ങനെ 5 സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്, വേർഡ് പിരമിഡുകളെ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. I wish you all the very best. Thank you for watching this video. Have a nice day.